ശ്രീയമില്ല, ആത്മാവേ ഉള്ളൂ. പക്ഷേ എക്സ്റ്റേണലി ശ്രീയമ്മ എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം, ഒന്ന്, എൻ്റെ പേര് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് തന്ന പേര് മുംതാസ് അലി ഖാൻ എന്നാണ്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം എം ആണ്. ഒന്ന്, എൻ്റെ ഗുരു എന്നെ നാത്ത് സമ്പ്രദായത്തിലേക്ക് ദീക്ഷ തന്നപ്പോൾ അദ്ദേഹം ഒരു നാത്ത് പേരിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മധുകർ നാത്ത് എന്ന പേര് വെച്ചു. അദ്ദേഹം എന്നെ മധു എന്നായിരുന്നു എപ്പോഴും വിളിച്ചു. അതും എം ആണ്. പക്ഷേ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ശ്രീയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇൻ ഡെപ്ത് മനുഷ്യൻ എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം. സംസ്കൃതത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ, മലയാളത്തിൽ മനുഷ്യൻ, ഹിന്ദിയിൽ പറഞ്ഞാൽ മാനവ്. ഞാനൊരു മനുഷ്യനാണ്. ഐ ആം ഫ്രീ ഫ്രം ഓൾ അതർ ഡെഫിനിഷൻസ്. ഇതാണ് ശ്രീയം. ഇന്നൊന്ന് പറഞ്ഞോട്ടെ, ശ്രീ എന്നുള്ളത് ആരോ ഫിറ്റ് ചെയ്തതാണ്. എം എന്ന് പറഞ്ഞാലും മതി, ഐ എം ഹാപ്പി. പക്ഷെ ഇങ്ങനെ റെസ്പെക്റ്റ് കൊണ്ട് മിസ്റ്റർ എം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജെയിംസ് ബോണ്ടിൻ്റെ പാസ്സായി പോകും. അതുകൊണ്ട് ഈ മിസ്റ്റർ മാറ്റി പലരും ശ്രീ എന്ന് വിളിച്ചു തുടങ്ങുന്നതുകൊണ്ടാണ് ശ്രീയമ്മായത്. എന്താ ചോദിച്ചത്? സീക്കിംഗ് എല്ലാം, സ്പിരിച്വലി സീക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു സ്ഥിതിയിലാണിപ്പോൾ. എൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൽ വളരെ ശാന്തവും ഒരു ആനന്ദവും. ഞാൻ ആനന്ദോഹം എന്ന് പണ്ട് ഗോപാലസ്വാമി പറയുമായിരുന്നു. അതുപോലെ ഈ ആനന്ദം ഞാനിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ബാക്കിയുള്ളവരെടുത്ത് പകർത്തി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിൻ്റെ ധനൻ. എന്താണ് പർപ്പസ് എന്ന് ചോദിച്ചില്ലേ? ഇതാണ് പർപ്പസ്. എനിക്ക് എൻ്റെ ഹൃദയത്തിനുള്ളിൽ അങ്ങനെ ഒരു പരമാനന്ദം എത്താനായിട്ട് സാധ്യമായെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ടായിക്കൂടാ, അവരെയും അതിലേക്ക് കൊണ്ടുപോയിക്കൂടെ എന്നുള്ള ഇത്ര ഒരു എയിം മാത്രമേ ഉള്ളൂ ലൈഫിൽ. ബാക്കി ഞാൻ ചെയ്യുന്നതെല്ലാം അതിനോട് ഒരു എന്താ പറയുക, ഒരു മെയിൻ കഴിഞ്ഞിട്ട് ഒരു സപ്പോർട്ടുണ്ടല്ലോ, സബ്സിഡറിയാണ്. ഇപ്പം തിരുവനന്തപുരത്ത് വെൻ വി റീഡ് യുവർ ഓട്ടോബയോഗ്രഫി, അത് വായിച്ചപ്പോൾ 9 വയസ്സിൽ ഒരു പ്ലാവിൻ്റെ കീഴിൽ ഒരു ഫിഗർ നിന്നു എന്ന്, അതിൽ നിന്നാണ് യു ബിക്കെയിം അവേക്കൻ ടുവേർഡ്സ് സ്പിരിച്വാലിറ്റി എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യു വെന്റ് ഓൺ എ ട്രാവൽ എന്നാണ്, 19 ഇയേഴ്സിൽ യു വെന്റ് ഓൺ എ ട്രാവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം പോലൊരു സ്ഥലം, അത് സ്പിരിച്വലി കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലം എന്നാണ്. ഒരുപാട് സ്വാമിമാരുള്ള, ഇപ്പോൾ ഒരു പേരെടുത്ത് ഗോപാലസ്വാമി, അതുപോലെ പൂന്തരസ്വാമി, ഇവരൊക്കെ മായിയമ്മ കന്യാകുമാരിയിൽ, ഇവരെയൊക്കെ വിട്ടിട്ട് വൈ ഡിഡ് യു ഹാവ് ടു വെഞ്ചർ ടു ഹിമാലയാസ് ടു സീക്ക് യുവർ സ്പിരിച്വൽ ഫോർച്യൂൺ? 9ാമത്തെ വയസ്സിൽ മഹേശ്വരനാഥ് ബാബാജി എൻ്റെ ഗുരു, അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് എൻ്റെ അപ്പത്തൊട്ടാണ് ശരിക്കും, നേരത്തെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ അത് മാനിഫെസ്റ്റഡ് ആയിട്ട് എൻ്റെ ലൈഫിലൊരു വ്യത്യാസം തോന്നിത്തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 19ാമത്തെ വയസ്സ് വരെ ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടായിരുന്നു. എവിടെയൊക്കെ പോയാലും തിരിച്ചു ഇവിടെ തന്നെ വരും. അപ്പോൾ ഈ പറഞ്ഞ ആളുകളെല്ലാം ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്ക് അവരെ എൻ്റെ ഗുരുവായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു, ശരിക്കും സീരിയസ് ആയിട്ട് അങ്ങനെയൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഹിമാലയത്തിൽ ഇങ്ങനെ ഗുരുക്കന്മാരുണ്ട്, യോഗിമാരുണ്ട്, ഇങ്ങനെയൊക്കെ കേട്ട് പല ബുക്കിലും പുസ്തകങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ വായിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു അട്രാക്ഷൻ ഉണ്ടായി. അതുവരെ ഞാൻ ഗുരു ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഒരു എക്സ്പ്ലോറിങ് സ്പിരിറ്റും ഉണ്ടായിരുന്നു ചെറുപ്പകാലത്ത്. ഞാൻ പണ്ടേ ട്രാവൽ ചെയ്യുമായിരുന്നു, ഒരുപാട് ട്രാവൽ ചെയ്യും, ഇന്നും അതുപോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹിമാലയത്ത്, അപ്പോൾ ഗൂഗിളില്ല, മാപ്പില്ല, ഒന്നുമില്ല. റെയിൽവേ ഗൈഡില്ലേ, അതെടുത്ത് ഇങ്ങനെ നോക്കി ഇതെവിടെയാണ്, ഋഷികേശ് എവിടെയാണ്, ഹരിദ്വാർ എവിടെയാണ് നോക്കി. കാശിന് വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് എഫ്ലുവൻ്റ് ആയിരുന്നു, അതുകൊണ്ട് എൻ്റെ കുറച്ചൊക്കെ കാശുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആരുടെ പറയാതെയാണ് പോയത്. കാരണം പറഞ്ഞിട്ട് പോയാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമെങ്കിൽ യുവിൽ അവരെന്നെ പോകാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് പറയാതെ അങ്ങ് പോയി.
വാസ്തവത്തിൽ എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ സഫർ ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മയാണ് ശരിക്കും. കാരണം ഞാനാണ് എൽഡസ്റ്റ് സൺ ആൻഡ് ഓൺലി സൺ. അപ്പോൾ എൻ്റെ പുറത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത്, മൈൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല, ഫിസിക്കലല്ല ഞാൻ പറയുന്നത്. അമ്മ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിനെ ഞാൻ അങ്ങ് ബ്രേക്ക് ചെയ്താണ് ഞാൻ പോയത്. തിരിച്ചു വന്നു എന്നാലും. അപ്പോൾ അവിടെ പോയി ശരിക്കും എനിക്ക് ഒരു ഐഡിയയും ഇല്ല, ആരോ ഉണ്ട്, ആരോ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു എന്നുള്ള ഒരു ഫീലിങ്ങിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ. ആദ്യത്തെ ഓട്ടോബയോഗ്രഫി വായിച്ചാൽ മനസ്സിലാവും. അവസാനം ഞാൻ വ്യാസഗുഹയിൽ ബാബാജിയെ കണ്ട് എത്തി, മഹേശ്വരനാഥ് ബാബാജി. പിന്നെ ഞാൻ അദ്ദേഹത്തിനെ വിട്ടില്ല. ഒരു 3.5 കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു, ഞാനാണ് നിൻ്റെ ഗുരു, ഞാനാണ് അവിടെ വന്നത്, നിൻ്റെ തലയിൽ കൈ. അത് കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ആ കണ്ണ് വളരെ സ്പെഷ്യൽ കണ്ണാണ്. ഞാൻ ആ ഒരു പ്രാവശ്യം 9ാമത്തെ വയസ്സിൽ കണ്ടത് ഞാൻ മറന്നിട്ടേ ഇല്ല. സ്വപ്നത്തിലൊക്കെ വരുമായിരുന്നു ചിലപ്പോൾ, ഈ കണ്ണ് മാത്രം. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി സെയിം. പിന്നെ ഞാൻ 3.5 കൊല്ലം അദ്ദേഹത്തിൻ്റെ കൂടെ ഹിമാലയത്തിൽ, ഇന്നും ടൂറിസ്റ്റ് പോകാത്ത സ്ഥലങ്ങളുണ്ട് ഇന്നും, അവിടെയെല്ലാം പോയി പലരും പഠിച്ച് അദ്ദേഹത്തിനെ ഗുരുവായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പോയത്. അല്ലെങ്കിൽ ഇവിടെ വലിയ ചോയ്സ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു. ആരും നീ എൻ്റെ ശിഷ്യ ആവണമെന്ന് പറഞ്ഞിട്ടുമില്ല. കാരണം അവർക്ക്, എനിക്ക് തോന്നുന്നു വിവരമുള്ളവർക്കൊക്കെ അറിയായിരുന്നു ഇത് ഇയാൾ ഞങ്ങളല്ല, വേറെ ആരും ഉണ്ട്. ബുക്കിൽ തന്നെ ഉണ്ട്, അല്ലാണ്ട് തന്നെ സ്പീക്ക് അബൌട്ട് നാഗലോക, യു ഹാവ് മെറ്റ് ദ നാഗ. അങ്ങനെ ഒരു അതെല്ലാം മസാലയാണ്, അതിനെ പറ്റി പറയുക. Only reason is science also has a prejudice. Science also has a prejudice. They are not ready to accept something which is beyond what they have defined as science. ഞാൻ പറയുന്ന സയൻസിൻ്റെ ഡെഫിനിഷനും മാറ്റേണ്ട സമയമായി. Just as we need to change the definition of a human being today, and religion and spirituality, അതിനും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമാണ്. അപർണ ചോദിച്ച ചോദ്യത്തിന് താങ്കളുടെ ഓട്ടോബയോഗ്രഫി ഒരു ഫാന്റസി നോവൽ എന്ന് പറയുന്നവരുണ്ട്. ഞാൻ കുട്ടികളത്തൊക്കെ പറയുന്നത് ഹാരി പോട്ടർ വായിക്കുകയാണെങ്കിൽ ഇതും കൂടെ വായിച്ചു തോന്നും. കാരണം ചിലപ്പം ഫിക്ഷൻ വഴി ട്രൂത്ത് ബെറ്റർ മനസ്സിലാവും ആളുകൾക്ക്. ഫിക്ഷൻ ആണെന്നല്ല പറയുന്നത്, it looks like that ചില സമയത്ത്. because why? Because we cannot think of something like that. I'm trying to say that there are some things like that. Let us keep our mind open. ഇതാണ് എൻ്റെ. But what is it? Is it hallucination that, or is it actually, was it reality that you went to a cave and you actually found the naga? Look, I don't take narcotics, unlike many sadhus who smoke ganja. I don't have alcohol. I don't go ayahuasca എന്നൊക്കെ പറയുന്നതൊന്നും ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഈ റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് റിയലാണ്, അത് നിങ്ങൾക്ക് റിയലാണ്. സംടൈംസ് വൺ പേഴ്സൺസ് റിയാലിറ്റി മേ നോട്ട് ബി അതർ പേഴ്സൺസ് റിയാലിറ്റി. ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ. അങ്ങ് ഇസ്ലാം മതത്തിലാണ് ജനിച്ചത്, ആ ഒരു കുടുംബ അന്തരീക്ഷത്തിലാണ് ജനിക്കുകയും പിന്നീട് ഒരു ഹിന്ദു സന്യാസ പാരമ്പര്യത്തിലേക്ക് മാറുകയും ചെയ്തു. കൺവേർട്ട് ചെയ്തിട്ടില്ല, ഇല്ല, മാറുകയും ചെയ്തു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സ്വാഭാവികമായിട്ട് ഈ ഇസ്ലാം മത സാഹചര്യങ്ങളിൽ മതസംഘടനകൾ ഉണ്ടാവും, അവിടുത്തെ ഈ ക്ലർജി ഉണ്ടാവും, അവരിൽ നിന്ന് എങ്ങനെയായിരുന്നു ഒരു പ്രതികരണം? അവർക്കെല്ലാം എന്നോട് വലിയ ദേഷ്യമാണ് ജനറലി. പക്ഷേ ഞാൻ അവരെ ഒന്നും പറയാത്തതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യില്ല. പക്ഷേ ദേ കാൺട്ട് എഗ്രി വിത്ത് ദിസ്. കാരണം നോർമൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരാൾ പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബ്ലാസ്ഫമി. അക്കോർഡിംഗ് ടു ശരീഅത്ത് ഇസ്ലാം, സൂഫീസിനെ വിടും, അത് വേറെ സെക്ഷൻ. അക്കോർഡിംഗ് ടു ശരീഅത്ത് ഇസ്ലാം, എനിബഡി ഹു ചേഞ്ചസ് ഹിസ് റിലിജൻ ഓർ ചേഞ്ചസ് ഹിസ് റിലീജിയസ് ബിലീഫ്സ് ഇസ് പണിഷബിൾ ബൈ ഡെത്ത്. അത്തരം ത്രെട്ട് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഐ ഡോണ്ട് കെയർ. ഐ ഡോണ്ട് കൺസിഡർ മൈസെൽഫ് വിത്ത് ദിസ് ബോഡി ഓൺലി. ഇതിനകത്തുള്ള എസെൻസ് ആണ് ഇസ് ദ റിയൽ മീ.
അതിന് ആരെ കൊണ്ട് കൊല്ലാനും ഒക്കില്ല, ഒന്നും ചെയ്യാനും ഒക്കില്ല. ഇതല്ലേ അത് നടന്നോട്ടെ, നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം, അവരങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരു പ്രാവശ്യം എൻ്റെ പുറത്തൊരു വളരെ സീരിയസ് ആയിട്ടൊരു അസോൾട്ട് നടന്നിട്ടുണ്ട് കുറേ വർഷം മുമ്പ്. അതിനെപ്പറ്റി ഞാൻ അധികം അങ്ങോട്ട് കേരളത്തിൽ അല്ല ഹിമാചലിൽ വെച്ച്. അത് പലരും പറഞ്ഞു ഇത് പാർലമെൻറ്റിൽ എടുക്കണം, ക്വസ്റ്റ്യൻ അവറിൽ. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, ഞാൻ വിട്ടേച്ചാൽ മതി, ഡോണ്ട് മേക്ക് ഇറ്റ് ഇൻ ടു എ ബിഗ് ഇഷ്യൂ. അതിന് വെറുതെ പിന്നെ അതൊരു പൊളിറ്റിക്കൽ ഇതായിട്ട് മാറും, അത് വേണ്ട, അത് വിട്ടേരെ. ആൻഡ് ഐ ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ് ദ ഫെലോസ് ഹു അറ്റാക്ക് മീ. ഈ കൊച്ചിലെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ ആയി പോകുന്നതാണ് അവർ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ഐ ഫീൽ ബാഡ് ഫോർ ദം ആക്ച്വലി.